പ്രമുഖ എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ്. തിരുവനന്തപുരത്ത് നിന്നും ജോലിക്കായി വന്ന് മലപ്പുറത്ത് സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ് രാജൻ ബാബു. സാഹിത്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പുതിയ മാറ്റങ്ങൾ വരണമെന്നാണ് മണമ്പൂർ രാജൻ ബാബുവിന്റെ അഭിപ്രായം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലടുത്തുള്ള മണമ്പൂരാണ് എൻ്റെ ജന്മദേശം. ജോലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ജോലി കിട്ടിയപ്പോഴാദ്യം കണ്ണൂരായിരുന്നു, പിന്നെ തിരുവനന്തപുരത്ത് 5 കൊല്ലം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പ്രൊമോഷനായപ്പോഴാണ് ഇവിടത്തേക്ക് മലപ്പുറത്തേക്ക് MSP ഓഫീസിലേക്കാണ് ജോലി കിട്ടുന്നത്. അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന് വളരെ കാലം ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ രീതികളുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേസമയം ജന്മനാടിനെ വിടാനും നിവൃത്തിയില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് അന്നും ഇന്നും. അതുകൊണ്ട് ജന്മനാടുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതിനു പുറമെ ഈ ജില്ലയിലെ സവിശേഷതകൾ ഒക്കെ തന്നെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് മൊത്തത്തിൽ പറയാനുള്ളത്, മലപ്പുറം ശരിക്കും ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെയാണ് ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സംഭാവനകൾ ലഭിച്ചത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ, ഇടശ്ശേരി, അക്കിത്തം, പൂന്താനം, ഇങ്ങനെ നമുക്ക് എണ്ണിപ്പറയാവുന്ന അത്ര വലിയ വലിയ എഴുത്തുകാരുണ്ടായിരുന്നു. ചെറുകാട്, നന്ദനാർ, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ അവരുടെ എല്ലാം സംഭാവനകൾ ലഭിച്ച ഒരു ജില്ല എന്ന നിലയ്ക്ക് ഇതൊരു സാംസ്കാരിക തലസ്ഥാനം തന്നെയാണ്. പലപ്പോഴും അങ്ങനെ അംഗീകരിക്കപ്പെടുന്നില്ല, പക്ഷേ എങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഉയരം ഈ ജില്ലയ്ക്ക് കിട്ടേണ്ടതുണ്ട്. പിന്നെ ഒരുപാട് പരാധീനതകളുണ്ട്, പരിമിതികളുണ്ട്. ശരിക്കും ഈ ഒരു പിന്നാക്ക ജില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളൊരവസ്ഥ. കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടില്ല. അത് മാറേണ്ടതുണ്ട്. ഈ മലപ്പുറം ജില്ല ഒരു റെയിൽ കണക്റ്റഡ് ജില്ലയല്ല. ശരിക്കും തീവണ്ടി ബന്ധമില്ല. നമുക്ക് പോകണമെങ്കിൽ അങ്ങാടിപ്പുറത്ത് പോയിട്ട് പോകണം, അല്ലെങ്കിൽ തിരൂര് പോയിട്ട് പോകണം. അതുപോലെ തന്നെ ടൂറിസത്തിന് വളരെയധികം സ്കോപ്പുള്ളൊരു ജില്ലയാണ്, പ്രകൃതിയുടെ അനുഗ്രഹമുള്ള ജില്ലയാണ്. അപ്പോൾ ടൂറിസത്തെ ശരിക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കൊന്നും പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഈ വിദേശത്ത് പോകണമെന്നുള്ളവർക്ക് ഒന്നുകിൽ നെടുമ്പാശ്ശേരി പോകണം, അല്ലെങ്കിൽ ചെന്നൈ പോകണം. അങ്ങനെയല്ല, ഈ കോഴിക്കോട്ടുള്ള വിമാനത്താവളം ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്ക് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആളുകൾ ഒത്തൊരുമിച്ച് അതിൽ രാഷ്ട്രീയ അതീതമായി ചിന്തിക്കണമെന്ന് ഞാൻ പറയും. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. തമിഴ്നാടിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും പാർട്ടി ഭേദമന്യേ പ്രവർത്തിക്കും.